ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പവർ ബാങ്ക് ആണ്. 25,000 mAh ഒരു പവർ ബാങ്ക് ആണ്. അത് നിങ്ങൾക്ക് ലാപ്ടോപ്പും കൂടി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് ആണ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫാസ്റ്റ് ചാർജിങ് 2.0 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള സ്റ്റഫ് കൂളിൻ്റെ ഒരു പവർ ബാങ്ക് ആണ്. നമുക്ക് ഇൻക്ലൂഡിങ് ഇതിൽ TFT ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല ക്ലിയർ ക്വാളിറ്റി. ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത് നോക്കി, ഇപ്പോൾ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റും നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഫ് കൂളിൻ്റെ ജിഗാ മാക്സ് എന്ന് പറഞ്ഞ 100 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്ക് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയുക, മാക്ബുക്കിന് ഉപയോഗിക്കാം, ലാപ്ടോപ്പ് നോർമൽ വിൻഡോസ് ലാപ്ടോപ്പ് നമ്മുടെ ടൈപ്പ് സി സപ്പോർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കാം, സ്മാർട്ട് ഫോൺസിന് ഉപയോഗിക്കാം. 25,000 mAh പവർ ബാങ്ക് ആണ്. അതിൻ്റെ ബോക്സിംഗ് ആണൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു ചാർജിങ്. അതിൽ ഓൾറെഡി കുറച്ച് ചാർജ് ഉണ്ട് ഇപ്പോൾ. പിന്നെ ഈ സൈഡിൽ സ്റ്റഫ് കൂളിൻ്റെ ബ്രാൻഡിങ്ങും അതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് സപ്പോർട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0, അതാണ് സാംസങ്ങിൻ്റെ. ചാർജസ് മാക്ബുക്ക് ലാപ്ടോപ്പ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അവരുടെ ഒരു പടം, അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ബിൽഡ് ഇൻ ടൈപ്പ് സി കേബിൾ വിത്ത് 100 വാട്ട് PD ഔട്ട്പുട്ട്. ഇതിന് 4,990 രൂപയാണ് കേട്ടോ. 5,000 രൂപ വരുന്നുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. വേറെ കാര്യം, ഞാൻ ആക്ച്വലി നമ്മുടെ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടാണ് എത്തുന്നുണ്ടായിരുന്നത്. ഞാൻ ആദ്യം നമ്മുടെ ആങ്കറിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആങ്കറിന് ഇതിനായിട്ട് കുറച്ച് കുറവാണ്. പക്ഷേ 100 വാട്ടൊന്നും ഇല്ല, ഇത് 65 വാട്ട് ഉണ്ടാകുന്നുള്ളൂ. അതിനായിട്ടും കുറച്ചൊരു ഫീച്ചർ ഉണ്ട്. പിന്നെ ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് ഞാൻ അടുത്തതാണ്. പിന്നെ മറ്റേ ആങ്കർ ഇരിക്കും, ചൈനീസ് ബ്രാൻഡാണ്. പക്ഷേ അത് ഭയങ്കര റെപ്യൂട്ടഡ് ബ്രാൻഡാണ്. വേറെ കാര്യം, നമ്മുടെ ആപ്പിളിൻ്റെയൊക്കെ എന്താ പറയുക മെയിൻ പാർട്ട്ണറൊക്കെയാണ് അവരുടെ. അതിൻ്റെ പാർട്സ് അല്ല, അതാണ് അക്സസറീസിനൊക്കെ. ഇതിന് സപ്പോർട്ട് സാംസങ് ഫാസ്റ്റ് ചാർജിങ് 2.0 ഉണ്ട്. പിന്നെ 100 വാട്ടിൻ്റെ PPS ഔട്ട്പുട്ട് അലോസ് യു ടു ഫാസ്റ്റ് ചാർജ് ഐഫോൺസ് ആൻഡ് പിക്സൽ 50% in 30 minutes. എ ബിൽഡ് ഇൻ TFT ഡിസ്പ്ലേ ടു ഷോ ചാർജിങ് സ്റ്റാറ്റസ്. നമ്മുടെ ഇതിൻ്റെ ആങ്കറിന് തന്നെ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ട്. അതിന് 27,000 mAh ഉണ്ട്. അതിന് പക്ഷേ 15,000 രൂപയ്ക്കാണ് കേട്ടോ. ഇതിന് 7 രൂപയുള്ളൂ, അതിന് വ്യത്യാസം. പിന്നെ സ്മോളസ്റ്റ് 25,000 mAh 100 വാട്ട് പവർ ബാങ്ക് ആണ്. അത് സ്മോളസ്റ്റ് ആണ്. സപ്പോർട്ട് 60 വാട്ട് ഇൻപുട്ട് ടു ചാർജ് പവർ. നമുക്ക് 60 വാട്ട് വരെ മാക്സിമം ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് ഇത് ചാർജ് ചെയ്യാം. ഞാൻ ആക്ച്വലി 45 വാട്ടിന് നമ്മുടെ സാംസങ്ങിൻ്റെ ചാർജർ ചാർജ് ചെയ്യണം. BIS സർട്ടിഫൈഡ് ആണ്. പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എന്താ പറയുക ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഔട്ട്പുട്ട് റേറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 5 വാട്ട്. ഇതിൽ ആക്ച്വലി ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. പിന്നെ ഒരു ഇൻബിൽഡ് ടൈപ്പ് സി കേബിൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു ടൈപ്പ് എ പോർട്ടും ഉണ്ട് കേട്ടോ. ഇത് മാർക്കറ്റഡ് ബൈ നിസാൻ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. മാനുഫാക്ചർ അവിടെ മാനുഫാക്ചറിനെ കാണുന്നില്ലല്ലോ. മെയ്ഡ് ഇൻ ഇന്ത്യ, പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ. താഴെ ഉണ്ട്. ഡയമെൻഷൻ എത്ര, വെയിറ്റ് എന്നൊക്കെ വെയിറ്റ് കാണാനില്ല കേട്ടോ. വെയിറ്റ് കാണാനില്ല എന്ന് വെച്ചാൽ കുറേ പേര് വെയിറ്റ് ചോദിക്കാം. പക്ഷെ അത് നമ്മുടെ എയർപോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിലെ ലൗഡെന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിട്ടുണ്ടാകുന്നു ഓൾറെഡി. പിന്നെ ഇതിൻ്റെ മാനുഫാക്ചർഡ് ബൈ ഇന്ത്യൻ കമ്പനി തന്നെയാണ്. ബ്രാൻഡ് വർക്ക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 5,999 രൂപയാണ് ഇതിൻ്റെ MRP. 4,990 ബായിങ് പ്രൈസ് വരുന്നത്. ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ബായിങ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ വാങ്ങിക്കാം. ഇതെന്തിപ്പോൾ സെയിൽ പ്രൈസ് ആണ് ഇത്. ഓഗസ്റ്റ് 2025 മാനുഫാക്ചറിങ് ചെയ്ത പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് സീൽഡായിരുന്നു. നമ്മൾ സീലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജിംഗ് ആണ് വരിക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 കാർഡുകളുണ്ട്. ഇതെന്താ, സേവ് ടൈം ആൻഡ് സ്കാൻ എന്ന് പറഞ്ഞിട്ട്, സ്കാൻ ദ കോഡ്, രജിസ്റ്റർ യുവർ പർച്ചേസ് ആൻഡ് അവൈൽ 6 month ലിമിറ്റഡ് വാറണ്ടി അഗെയിൻസ്റ്റ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അതിൻ്റെ ഒരു വാറണ്ടി കാർഡ് പോലത്തെ ഒരു സാധനമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ TFT ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കളർഫുൾ ഡിസ്പ്ലേ ആണ്. LED അല്ല, TFT. പണ്ടത്തെ നമ്മുടെ വരാറില്ലേ, അപ്പോൾ അതിന് തന്നെ ഗ്രീൻ കളറാവും, ബ്ലൂ കളറാവും, വൈറ്റ് കളർ. പിന്നെ പെർസെൻറ്റേജ് കാണിക്കും. പിന്നെ എത്രയൊക്കെ തന്നെയുള്ളൂ അതിൻ്റെ കുറച്ച് സംഭവങ്ങളും. വെയിറ്റ് 430 ഗ്രാം കേട്ടോ. വെയിറ്റ് ഇത്രയേ ഉള്ളൂ. 1 year വാറണ്ടി പ്ലസ് നിങ്ങളത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 6 മാസം വാറണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ, ഞാൻ എന്തായാലും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഡിവൈസ് കാണിച്ചിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്, സ്മാർട്ട് ഫോൺ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് കൂടെ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുക്കേണ്ട മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിൽവർ കളറാണ്. നമുക്ക് സാധനം വന്നെങ്കിൽ ഇത്ര ഉള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വേറെ പവർ ബാങ്ക്സുകൾ കാണിച്ചു തരാൻ. അതിൽ കുറഞ്ഞുണ്ട്. ഇതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ 10,000 mAh പവർ ബാങ്കാണ്. സൈസ് കണ്ടു, പക്ഷെ തടിയുണ്ട് കണ്ടു. പിന്നെ ഇതേ ഷേപ്പ് വരുന്ന നമ്മുടെ 10,000 mAh ഇതിൻ്റെ പ്രോമേറ്റിൻ്റെ, ഇതും ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയാണ് പ്രോമേറ്റ്. നമ്മുടെ ആപ്പിൾ വാച്ചൊക്കെ ചാർജ് ചെയ്യാൻ ആപ്പിൾ ഉപയോഗിക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് ഇപ്പോഴൊരു കുഴപ്പമില്ല കേട്ടോ.
ഇതിൻ്റെ തടിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ കണ്ടു, പക്ഷേ സൈസ് കണ്ടു. പക്ഷേ ഇത് 25,000 mAh ആണ്, ഇത് 10,000 mAh ഉള്ളൂ. പിന്നെ നമ്മുടെ 20,000 mAhൻ്റെ ആംബ്രൈനൊന്നും ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടാ. ആംബ്രൈനൊക്കെ ഭയങ്കര പുവർ ക്വാളിറ്റിയാണ്, വെറുതെ ചൈനീസ് സാധനങ്ങൾ, മിക്ക സാധനങ്ങൾ വരെ ചൈനീസ് ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. ഇപ്പോൾ കുറേയൊക്കെ അവർ മേഡ് ഇൻ ഇന്ത്യ ഇറക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര ലോ ക്വാളിറ്റി. ഇപ്പോൾ റീസെൻ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇവരുടെ കുറേ ചാർജറൊക്കെ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക കേട്ടോ. ഇന്ത്യൻ ബ്രാൻഡാണെങ്കിൽ നിങ്ങൾ സഫ്കോൾ നോക്കി നോക്കാം. ഞാൻ അത് വാങ്ങിച്ചാണ്, പ്രൊമോഷൻ ഒന്നല്ല, ഇനിയിപ്പോൾ എടുത്ത് പറഞ്ഞിട്ടില്ല വേണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ TFT ഡിസ്പ്ലേ. ഇവിടെ ടച്ച് ബട്ടൺ കണ്ടോ, ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓണായി വരും കണ്ടോ. അതിൽ നമുക്ക് ചാർജിങ് പെർസെൻറ്റേജ് കാണിക്കും. C1 C2 A1, അതായത് ഇതാണ് C1, ഇതാണ് ഇൻബിൽഡ് കേബിൾ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു Type-C പോർട്ട് ഉണ്ട്, അതാണ് C2. പിന്നെ ഇവിടെ നോർമൽ A1, അത് Type-A പോർട്ട്. അപ്പം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിൻ്റെ പിന്നെ ഇതിൻ്റെ മെയ്ഡ് ഇൻ ഇന്ത്യ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സിൽവർ കളറാണ് കേട്ടോ, സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ഫോൺ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ പുതിയൊരു സാംസങ് എടുക്കുന്നുണ്ട്, S24 എന്തായാലും സെയിൽസ് ആവട്ടെ. എൻ്റെ കയ്യിൽ നമ്മുടെ സാംസങ്ങിൻ്റെ ടാബ് ഉണ്ട്, ഇത് 45 വാട്ടിൻ്റെ സപ്പോർട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുത്തി വെക്കോട്ടെ. ഇത് സ്മാർട്ട് ചാർജ് 2 സപ്പോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവർ. ഇത് സപ്പോർട്ടുണ്ട് കേട്ടോ, സ്മാർട്ട് ചാർജിങ് 2 സപ്പോർട്ട് ഉണ്ട്. ഓൾമോസ്റ്റ് 99% ആയിട്ടുണ്ട്, സപ്പോർട്ട് ആവുന്നുണ്ട്. അതിൽ ഡ്രോ ചെയ്യുന്ന പവർ അടക്കം കാണിക്കട്ടെ ഈ സാധനത്തിൽ. നമ്മുടെ എന്താ പറയുക, ആങ്കറിൻ്റെ 15,000 രൂപയുടെ സാധനം ഉണ്ട്, അതിൻ്റെ അതേ സെയിം തന്നെ, അതിൻ്റെ അതേ ഫീച്ചർ എല്ലാ സാധനം തരുന്നുണ്ട് 5,000 രൂപയ്ക്കിട്ട. ഒന്നര കൊല്ലം വാറണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ Vivo X200 Pro ഒന്ന് ചാർജ് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ മാക്ബുക്ക് അല്ല, നമ്മുടെ ലാപ്ടോപ്പ് ഞാൻ ചാർജ് ചെയ്ത് നോക്കി, അത് ചാർജ് ആവുന്നുണ്ട്, ഇഷ്ടമൊന്നുമില്ല. ഇതാ എൻ്റെ Vivo X200 Proയിൽ ഞാൻ കുത്തി, നമുക്ക് എത്ര ചാർജ് ഇതിൽ ഡ്രോ ആവുന്നുണ്ട് നോക്കി നോക്കാം. ഇതിൽ ഓൾറെഡി 87% ഉണ്ട്. അപ്പോൾ ഇതിൽ എത്ര ചാർജ് ഡ്രോ ആവുന്നുണ്ടെന്ന് കാണിക്കട്ടെ. അത് ഭയങ്കര കുറവാണ്, 6.5 വാട്ടൊക്കെ കാണിക്കുന്നുള്ളൂ. ക്ലിയർ ആവുമോ എന്ന് അറിയാം. ഇതാണ്ടോ ഒന്നാമത്. അപ്പോൾ കൂടി വരുന്നുണ്ട്, ഇപ്പോൾ 20 വാട്ടായി. എന്നുവെച്ചാൽ ഓൾറെഡി 87 ആയി. 80 കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആക്കും ഇവരൊക്കെ. ഇപ്പോൾ 20 വാട്ടായി കണ്ടോ. പിന്നെ എൻ്റെ OnePlus ഉണ്ട്. ഇപ്പോൾ OnePlus എന്തായാലും അത് ഫുൾ ചാർജാണ്. 21, 23, 24, ഇപ്പോൾ 24, 25 ആയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ചാർജിങ് ടെക്നോളജി വേറെ ആണല്ലോ, വിവോൻ്റെയും OnePlusൻ്റെ ഒക്കെ. അത് എന്തായാലും ഫുൾ ചാർജ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇതിൽ 80 വാട്ടിൻ്റെ 90 വാട്ടിൻ്റെ ആണല്ലോ നമുക്ക് ഇൻബിൽഡ് തന്നിരിക്കണേ. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ സാധനം. നിങ്ങളൊരു ലാപ്ടോപ്പിന് ഒരു പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ണും പൊട്ടി എടുത്തോട്ടാ. സർവീസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. StuffCool ഞാൻ ഇതിന് മുമ്പ് വേറെ പവർ ബാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത്. അതിൻ്റെ ബൾജായി അത് കുറേ കാലം ഉപയോഗിക്കാണ്ട് വെച്ചു, അങ്ങനെ കുറേയൊക്കെ ആയിട്ടാണ്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ആങ്കറിൻ്റെ ക്വാളിറ്റി എന്തായാലും പ്രതീക്ഷിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് പ്രൈസ് ഡിഫറൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇതേ സെയിം സാധനം തന്നെയാണ് മറ്റേ പരിപാടി. അതിലും ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്, അതും ഇതേപോലെ സെയിം പരിപാടി തന്നെയാണ്. 27,000 mAh ഉണ്ടെന്ന് മാത്രം. പക്ഷേ 15,000 രൂപയാണ് ഓഫർ പ്രൈസ് ഇറക്കാം, അല്ലെങ്കിൽ നോർമൽ പ്രൈസൊക്കെ 18,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഊഹിക്കാവുന്നതാണല്ലോ. എന്താ വെച്ചാൽ ഇതിൻ്റെ എന്താ പറയുക ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സംഭവം ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇന്ത്യൻ ബ്രാൻഡ് സൈഡ് നോക്കുമ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു ക്വാളിറ്റിയിലോ ഒരു കേടുപാടൊന്നും പറയാനില്ല കേട്ടോ. കിടിലൻ ക്വാളിറ്റി തന്നെ പറയാം. അത്ര പ്രതീക്ഷയില്ലാത്ത പറഞ്ഞാൽ StuffCool എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ നിന്ന് ഞാൻ അതുവരെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജ് 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് 60 വാട്ടിൻ്റെ ഇൻപുട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പവർ ബാങ്ക്. നിങ്ങൾ 65 വാട്ടിൻ്റെ പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം കേട്ടോ, StuffCool. അപ്പോൾ അതിൻ്റെ അടുത്ത് വിടാം. ബൈ.